ശ്രീ കെന്നഡി കരിമ്പുകാലായിൽ ബി.ജെ.പി. സഭാ നേതൃത്വം തമ്മിലുള്ള അടുപ്പം കുറെ നാളുകളായിട്ട് കുറെ മാസങ്ങളായിട്ട് ചർച്ചയിലുള്ള വിഷയമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ക്രിസ്മസ് സ്നേഹവിരുന്നിൽ ബിഷപ്പുമാർ പങ്കെടുത്തതിനു ശേഷം വീണ്ടും സജീവമായിരിക്കുകയാണ്. ഇതിനെയാണ് വിമർശിച്ചിരിക്കുന്നത് സാംസ്കാരിക മന്ത്രി കൂടിയായ സജി ചെറിയാൻ. അതും കടുത്ത ഭാഷയിൽ തന്നെയാണ്. ബിഷപ്പുമാരെ നേരിട്ട് ആക്രമിക്കുകയായിരുന്നു അദ്ദേഹം ചെയ്തത്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഇത് പ്രഹസനം എന്ന് പറയുന്നു വി മുരളീധരൻ. പക്ഷേ ഇത് പ്രഹസനമാണോ അതോ ആലോചിച്ച് ഉറപ്പിച്ചതാണോ? ഇത് കേരളത്തിലിരുന്നാണ് ഇത്തരം കാര്യങ്ങൾ എഴുന്നള്ളിക്കുന്നത് എന്ന ഒരു ധാരണ പോലും, എന്ന ഒരു ഓർമ്മ പോലും ഇല്ലാതെ, ഇരിക്കുന്ന സ്ഥാനം എന്താണെന്ന് ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ, അദ്ദേഹം ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവൊക്കെ ആയിരിക്കാം, പക്ഷേ ഇന്ന് കേരളത്തിൻ്റെ മന്ത്രിയാണ്, ഒരു പൊതു സ്ഥാനത്തിരിക്കുകയാണ്. ആ സ്ഥാനത്തിരുന്നു കൊണ്ട് എത്രയോ മഹാന്മാരൊക്കെ ഇരുന്ന കസേരയാണ്. അവിടെ ഇപ്പോൾ ആരിയ്ക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ കസേരയിൽ ഇരുന്നുകൊണ്ട് ഇത്തരം വർത്തമാനങ്ങൾ മലയാളികളോട് പറയുമ്പോൾ മലയാളികൾ കളിയാക്കുമെന്നെങ്കിലും ചിന്തിക്കണ്ടേ? ഇങ്ങനെയിപ്പോഴും പഴയ ബ്രാഞ്ച് സെക്രട്ടറി നിലവാരത്തിൽ നിന്ന് വളരുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് മറക്കാറായിട്ടില്ല. കാരണം ഇന്ത്യൻ ഭരണഘടനയെ തന്നെ അപമാനിച്ചതിന് കുറച്ചു കാലം വീട്ടിയിരുന്നതാണ്. പണി മേടിച്ചാലും പഠിക്കാത്ത ഒരു ജന്മം. വീണ്ടും അന്ന് പക്ഷേ വ്യക്തിപരമായൊരു പണിയാണ് മേടിച്ചത്. ഇന്ന് എഴുന്നള്ളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും CPM-നും LDF-നും ആകെ തന്നെയും പണി മേടിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം. കെന്നഡി കരിമ്പുകാലായിൽ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ള കാര്യം, ഇപ്പോൾ അദ്ദേഹം അത് വിടുവായുത്തം പറഞ്ഞതാണോ അതോ തന്ത്രപരമായ ഒരു സമീപനം സ്വീകരിച്ചതാണോ എന്നുള്ളതാണല്ലോ ചർച്ചാ വിഷയം. വായിൽ തോന്നുന്നത് പറയുന്നതാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തിന്റെ മുൻ പ്രസ്താവനകൾ വെച്ചുകൊണ്ട് താങ്കൾ പറയുകയാണ്. പക്ഷേ ഇവിടെ ബി.ജെ.പിയോട് കാണിക്കുന്ന അടുപ്പം ക്രൈസ്തവ സഭാ നേതൃത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്, അത് താഴോട്ട് വന്നിട്ടില്ല എന്ന് വെളിവാക്കുന്നതിന് വേണ്ടി ആലോചിച്ചുറപ്പിച്ച് തന്നെ പറഞ്ഞ കാര്യമല്ലേ ഇത്? ഇതാണല്ലോ CPM-ന്റെ തന്ത്രം ഇക്കാര്യത്തിൽ. അല്ല, ഞാൻ പറഞ്ഞത് ഈ BJP-യോട് ഏത് സമൂഹം അടുക്കണം, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ അടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇവരല്ലല്ലോ. ഇവർക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ കഴിയുകയുമില്ല. ഒരു കാര്യം ഇവർ ഇത്തരം അബദ്ധ പ്രസ്താവനകൾ ഇറക്കുമ്പോൾ ഓർക്കണമായിരുന്നു. നന്ദി എന്ന് പറഞ്ഞ ഒരു വാക്കിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിക്കുന്നെങ്കിൽ അത് ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്തുണ കൂടി കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. പക്ഷേ ക്രൈസ്തവരുടെ പിന്തുണ കൊണ്ട് കൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതെന്ന് LDF-ന്റെ നേതാക്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാന് നിഷേധിക്കാൻ കഴിയുമോ? കേരള കോൺഗ്രസിലുണ്ടായ ആ ഒരു പോളറൈസേഷൻ അല്ലേ ക്രൈസ്തവ വിഭാഗം സെൻട്രൽ ട്രാവൻകൂറിലടക്കം വൻ തിരിവിന് വഴിവെക്കുകയും രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്? ആ നന്ദിയെങ്കിലും അതുപോലും ഓർക്കാതെ, സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് തന്നെയുള്ള ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ് ഇദ്ദേഹം എന്നതുകൂടി ഓർക്കുമ്പോൾ സങ്കടം വരികയാണ്. ഇദ്ദേഹം പറയുന്നത് രോമാഞ്ചമെന്നാണ്. നവകേരള സദസ്സിൽ പങ്കെടുക്കുമ്പോൾ രോമാഞ്ചമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അദ്ദേഹത്തോടൊന്ന് ചോദിക്കട്ടെ, ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുമ്പോൾ താങ്കൾക്ക് രോമാഞ്ചം ഉണ്ടാവാറുണ്ടോ? ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? ഇഫ്താർ വിരുത്ത് നടത്താനായിട്ട് വാശിയോടെ സ്പീക്കറടക്കം ഇപ്രാവശ്യം ഇത്രയും സാമ്പത്തികമായി വിഷമത്തിൽ നിൽക്കുമ്പോഴും ഇഫ്താർ വിരുന്നുകൾ നടത്താൻ ലക്ഷങ്ങൾ പൊടിച്ചതായി ഞങ്ങൾ സാധാരണ ജനങ്ങൾ, നികുതി കൊടുക്കുന്ന ഇന്നാട്ടിലെ ക്രൈസ്തവരടങ്ങുന്ന സാധാരണ ജനം മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ഇഫ്താർ വിരുന്നിനടക്കം ചെലവാക്കുന്നുണ്ട്. വാശിക്ക് നടത്തുകയാണ് മന്ത്രിമാർ സ്പീക്കറും എല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരം രോമാഞ്ചം ഉണ്ടാകാറുണ്ടോ? ഇനി ഒന്നുകൂടി ചോദിക്കട്ടെ, ഈ ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടിയിട്ട്, അതായത് വടി കൊടുത്ത് അടിമേടിച്ചിട്ട് പട്ടി മോങ്ങുന്ന ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി റാലി നടത്തിയപ്പോൾ ഇദ്ദേഹത്തിന് രോമാഞ്ചമുണ്ടായിരുന്നു. ഇനിയും കുറച്ച് ചോദിക്കാനുണ്ട് മഞ്ജുഷേ. അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോൾ